അതായത് ഈ സ്കൂളിലോട്ട് ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ദ ഓൾ ഗെയിൻ ഓഫ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്നപ്പോൾ കുറച്ച് ചെറിയ കുട്ടികളൊക്കെ അതിന് മുന്നിൽ ഭയങ്കര കൗതുകത്തോടെ നിൽക്കുന്നതും എന്തെങ്കിലും ഒരു ചെറിയ ബഹളം അവിടെ നിന്ന് കേൾക്കുകയാണെങ്കിൽ എവിടെ നിന്ന് മൈക്കിൽ നിന്ന് അവിടെ ഇൻസ്ട്രക്ഷൻസ് പോകും. ഇത് LP സെക്ഷന് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ ഞങ്ങളും കയറി വരും, കളിക്കും. ഇനി അടുത്ത് പോകാൻ പോണ സ്ഥലം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസ്കഷൻസ് നടക്കുന്ന സ്ഥലമാണ്. ന്യൂ സോർട്ട് ഓഫ് അഡ്വഞ്ചറസ് നടക്കുന്ന സ്ഥലമാണല്ലേ. പുതിയ കാര്യങ്ങൾ നമ്മൾ എക്സ്പെരിമെന്റ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ പ്രാക്ടീസ് ലൈക്ക് നമ്മുടെ ഒഫീഷ്യൽ മീറ്റിംഗ്സ്, അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അങ്ങനെ എന്തുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് ഒത്തുകൂടാനുള്ള പ്ലേസ് ആണ്. പണ്ടൊക്കെ നമ്മൾ ബുക്കിൽ എഴുതാം, നമുക്ക് അങ്ങനെ സൈനൊക്കെ ചെയ്ത് ലൈബ്രറി കാർഡൊക്കെ കൊണ്ടുവന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ ടീച്ചർ? മോർ അഡ്വാൻസ്ഡ് ആയി. Hello everyone, how are you? I am Janaki and I am Chitralekha. So we are standing before our school, Chinmaya Vidyalaya Vardhakat, and we are very much excited to show you around our campus. So let's go. So നമ്മൾ ഫസ്റ്റ് ഇതല്ലേ ആ ഒരു സംഭവം മറ്റേ ഇത് ഗണപതി the first thing that we always capture for. Yes. So the first thing we have to introduce you is our Ganapati temple. അതായത് ഈ സ്കൂളിലോട്ട് ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ദ ഓൾ ഗെയിൻ ഓഫ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ലൈക്ക് ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിൽ, സ്കൂളിൻ്റെ അകത്ത് ഒരു അമ്പലം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ലൈക്ക് വി ക്യാൻ ഗെസ് നോ ഹൗ മച്ച് പോസിറ്റീവ് എനർജി ദ ചിൽഡ്രൻ ഈസ് ഗെറ്റിംഗ്. യെസ്, ടെമ്പിൾ ഒരു വർഷിപ്പിനുപരി ഒരു പോസിറ്റിവിറ്റി, ഗുഡ് വൈബ്സ്, നമുക്ക് വരുമ്പോൾ നമ്മുടെ വറീസ് ഒക്കെ കുറച്ച് ലൈറ്ററായി ഒരു നല്ല ഗുഡ് ഹോപ്സ് ഒക്കെ തന്ന് നമുക്ക് ഡേ ബ്രൈറ്ററായിട്ടും കുറച്ചും കൂടെ ഹാപ്പിയർ ആയിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതാണ്. ആൻഡ് ചിന്മയ വിദ്യാലയ കുട്ടികളെ സംബന്ധിച്ച് ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് ലൈക്ക് ആസ് എ പാർട്ടാണ്, നമ്മുടെ സ്കൂളിന്റെ തന്നെ ഒരു പാർട്ടാണ്. കാരണം എല്ലാവരും എവിടെ വന്ന് തൊഴുതിട്ട് അമ്പലത്തിലോട്ട്, നോട്ട് ഓൺലി സ്റ്റുഡൻസ്, ഓൾസോ ദ ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ, എവ്രിവൺ. So അത്രയ്ക്ക് സ്പെഷ്യൽ ആണ് നമുക്ക് ഈ അമ്പലം. So now let's move on to the entrance of our Chinmaya Vidyalaya. Please come and collect it from the office now itself. സോ വൈൽ ടോക്കിംഗ് അബൌട്ട് ദിസ് സ്പോട്ട്, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് സ്പോട്ടാണ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറ്റ് ദ സെയിം ടൈം വെരി പ്രൗഡും ആണല്ലേ ഈ ഒരു സംഭവത്തിനെ പറ്റി ലൈക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. സമർത്ഥ അവർ എന്താണ് ഒഫീഷ്യൽ റോബോട്ടാണ്. ആൻഡ് നമ്മൾ വളരെ പ്രൗഡായിട്ട് അനൗൺസ് ചെയ്ത ഒരു മൊമെൻ്റ് ആണ് ലൈക്ക് സമർത്ഥയെ ലൈക്ക് നമ്മുടെ ഫസ്റ്റ് തിങ് ദാറ്റ് അവർ ടീം ജസ്റ്റ് ജോയിൻ. സോ അത് അത്രയും സ്പെഷ്യലാണ്. ആൻഡ് എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ ഇതിനെ പറ്റി പങ്കുവയ്ക്കാൻ വേണ്ടി? ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്നപ്പം കുറച്ച് ചെറിയ കുട്ടികളൊക്കെ അതിന് മുമ്പിൽ ഭയങ്കര കൗതുകത്തോടെ നിൽക്കുന്നതും എന്തും ചോദിച്ചാലും മറുപടി ഉണ്ട്. ലൈക്ക് എ പേഴ്സൺ വി കൻ ഇന്ററാക്ട്, അതായത് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അപ്പം കുട്ടികൾ എപ്പോഴും അവിടെ വന്ന് ഓരോ ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ടിരിക്കും. ലൈക്ക് ആസ് എ പേഴ്സൺ ഷീ വിൽ ബി ഇന്ററാക്ടിങ് വിത്ത് ദം. അപ്പം അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരു മൊമെന്റ് ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ഫ്ലോർ ഓഫ് അവർ സ്കൂൾ. ക്ലാസ് റൂംസ് ആണ് ഇനി അങ്ങോട്ട്. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പലിൻ്റെയും വൈസ് പ്രിൻസിപ്പലിൻ്റെയും റൂമാണ്. So this is the room where two strong pillars always stands, our principal and vice principal. ആൻഡ് ഈ ഒരു പ്ലേസിനെ പറ്റി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുമ്പോൾ കുറച്ച് ടെൻഷൻ ആയിട്ടുള്ള കാര്യമാണ്. കാരണം പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ റൂം എന്ന് പറയുമ്പോൾ ലൈക്ക് എവ്രി വൺ എന്താണ് ജസ്റ്റ് ഒബേസ് എന്നൊരു സംഭവം, ഡിസിപ്ലിൻ, ക്വാളിറ്റി, അങ്ങനെ എല്ലാം പെർഫോം ചെയ്യുന്ന റൂമാണ് ഇവിടെ. എന്തെങ്കിലും മെമ്മറീസ് ചിത്രത്തിലേക്ക് പങ്കുവയ്ക്കാനുണ്ടോ ലൈക്ക് നമ്മുടെ പ്രിൻസിപ്പൽ റൂമിനെ പറ്റി പറയുമ്പോൾ? എനിക്ക് ഏറ്റവും കൂടുതൽ PT ചോദിക്കാൻ വേണ്ടി അകത്ത് കയറുമ്പോൾ ഉള്ളൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. ലൈക്ക് എന്തുവാണ് പറയുന്നത്, ദിസ് ഈസ് എ പ്ലേസ് വേർ ഡിസിഷൻസ് ബിക്കം ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എവറി ചിൽഡ്രൻ. ആൻഡ് ലൈക്ക് നമ്മുടെ ടു പില്ലേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്, പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ. എന്തെങ്കിലും അവിടെയാണ് നമ്മുടെ മെയിൻ +2 ക്ലാസ്സസ് വരുന്നത് കേട്ടോ, ആ ഒരു സൈഡ്. സോ എന്തെങ്കിലും ഒരു ചെറിയ ബഹളം അവിടെ നിന്ന് കേൾക്കുകയാണെങ്കിൽ എവിടെ നിന്ന് മൈക്കിൽ നിന്ന് അവിടെ ഇൻസ്ട്രക്ഷൻസ് പോകും. സോ നമ്മൾ അത്രയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ ബഹളങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ വി വിൽ ബി ജസ്റ്റ് ഗിവിങ് എ ലുക്ക് ടു ഹിയർ, ലൈക്ക് ആരെങ്കിലും വരുന്നുണ്ടോ, എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ.
സോ അറ്റ് ദ സെയിം മൊമെന്റ് ഭയങ്കര പേടിയുണ്ട്, അറ്റ് ദ സെയിം മൊമെന്റ് ഭയങ്കര പോസിറ്റിവിറ്റി നിറഞ്ഞൊരു പ്ലേസ് ആണ്. നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. സോ ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ഇതാണ് നമ്മുടെ 12th സ്റ്റാൻഡേർഡ് ആൻഡ് ഐ ആൻഡ് ചിത്രലേഖ ഇസ് ഫ്രം 12th സ്റ്റാൻഡേർഡ്. സോ ചിത്രലേഖ 12A1 ആണ്, where the biology and there the computer students will be there, and C division is also there, where mixed of both computer and biology. എന്താ പറയുക, ഇന്ന് ലാംഗ്വേജ് ക്ലാസ് ഇല്ലേ? വീഡിയോ എടുക്കുകയാണ്. ലാംഗ്വേജ് ക്ലാസ് ഇല്ലേ? ലാംഗ്വേജ് ക്ലാസ് ഇല്ലേ? ഉച്ചവരല്ലേ ഉള്ളൂ സ്കൂൾ. ശരി ടീച്ചർ, സ്കൂൾ ടൂറാണ്. ആനുവൽ ഡേ എല്ലാ വെബ്സൈറ്റിലൊക്കെ പോകണം. ശരി, ഇന്നലെ ഞാൻ ആബ്സെൻ്റ് ആയിരുന്നു. ഇന്നലെ എന്തോന്ന് വയ്യായിരുന്നു, അലർജി വന്നിട്ട് രാവിലെ ഫേസ് ഒക്കെ ഒരുമാതിരി. ശരി ടീച്ചർ. ടീച്ചർ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കമ്പ്യൂട്ടർ ലാബ് ഉണ്ടല്ലോ, കെമിസ്ട്രി ലാബ് ഉണ്ടല്ലോ. അതെ, ലാബ് നമുക്ക് തിരിച്ചു പോകണം വരെ. നൗ വി ആർ ജസ്റ്റ് ഗോയിങ് ടു പാർക്ക്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പാർക്ക് ഒരു ഈവനിങ് ടൈം ഒക്കെ ആവുമ്പോൾ അസംബ്ലീസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്ന പ്ലേസ് ആണ്. അതുപോലെ തന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ഒക്കെ ലൈക്ക് PT പീരീഡും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടൈമിൽ മാക്സിമം എൻജോയ് ചെയ്യുന്ന സ്പോട്ട് എവിടെയാണ്? ലൈക്ക് അവർക്ക് ഫുട്ബോളും ക്രിക്കറ്റും അതുപോലെ തന്നെ ഷട്ടിൽ ബാറ്റും ഒക്കെ കളിക്കാൻ നമ്മൾ മാക്സിമം എന്താണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പ്ലേസ് എന്ന് പറയുന്നത് എവിടെയാണ്? ആൻഡ് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കുറേ മെമ്മറീസ് ആണ്. കാരണം നമ്മുടെ ലാസ്റ്റ് ഇയർ ആണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പീരീഡാണ്. അപ്പം 8 പീരീഡ് ഉണ്ടെങ്കിലും ഒരു പീരീഡ് PT എന്ന് പറയുമ്പം അത് അത്രയ്ക്കും ആഗ്രഹിച്ചിരുന്ന് നമ്മൾ പോകാറുണ്ട്. സോ അങ്ങനത്തെ ഒരു സ്പോട്ടാണിത്. ആൻഡ് താഴെയാണ് നമ്മുടെ ജൂനിയേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്ലേ ഗ്രൗണ്ട്, വേർ പാർക്ക് അറേഞ്ച്ഡ്. സോ നമുക്ക് അവിടെ പോവാം. ബ്രേക്ക് ആയില്ല, ബ്രേക്ക് ആവുമ്പോൾ ഇന്റർവെൽ ആയില്ല. നമ്മൾ വലിയ കുട്ടികളായാലും തന്നെ നമ്മളെ പാർക്കിലോട്ടൊന്നും അങ്ങനെ വരാൻ വേണ്ടി സമ്മതിക്കില്ല. ബട്ട് സ്റ്റിൽ വി ഓൾവേസ് ഹാവ് സം ടൈം നോ ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ചിത്രലേഖ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇത് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. കാരണം അതെ, പുള്ളി കുഞ്ഞു ക്ലാസ് മുതലേ ഇവിടെ ഉള്ളത് കൊണ്ട് മേ ബി എൻജോയ് ചെയ്തിട്ടുണ്ടാവും. എന്ത് തോന്നുന്നു? ഇത് LP സെക്ഷന് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ ഞങ്ങളും കയറി വരും, കളിക്കും എൻജോയ് ചെയ്യും. വെയിറ്റിംഗ് ആണ്, എല്ലാവരും വെയിറ്റിംഗ് ആണ്. പാർക്കിൽ വരാമെന്നതാണോ? അതെ. സോ ഇവരെയൊക്കെ മെയിൻ സോർട്ട് ഓഫ് എൻജോയ്മെന്റ്, ജോയ്നെസ്, അതുപോലെ തന്നെ ഇന്ററാക്ഷൻസ്, പലതരം ഗെയിംസ് എല്ലാം എവിടെയാണ് അറേഞ്ച് ചെയ്യണത്. സോ അവർക്കത് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ടാണ് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലേസ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിവിടെ കയറാൻ സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും പ്രിൻസിപ്പളിൻ്റെ റൂമിൽ പോയി പെർമിഷനൊക്കെ ചോദിച്ച് ഇവിടെ വന്നും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. സോ ഇതും ഭയങ്കര സ്പെഷ്യൽ മെമ്മറബിൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമ്മുടെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ റൂമാണ്. ആനുവൽ ഡേ വരാൻ വേണ്ടിയിരിക്കുകയാണ്. സോ ഇവിടെ ഫുൾ ഡാൻസ് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടാണ്. ആൻഡ് തൊട്ട് പിറകെയായിട്ട് നമുക്കൊരു ആർട്സ് റൂം ഉണ്ട്. അവിടെ ഇപ്പോൾ ലോക്ക്ഡ് ആണ്, കാരണം ടീച്ചറിന് ഏതെങ്കിലും ക്ലാസ് പീരീഡ് കാണും. അങ്ങനെയുള്ള അവർ ഇവിടെ ലോക്ക്ഡ് ആണ്. അതല്ല എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിരുന്നാണ് ചെയ്യാറ്. ആൻഡ് ദിസ് ഈസ് ദ ഡാൻസ് ക്ലാസ്. ഹരിയോം ടീച്ചർ. എങ്ങനെ പോകുന്നു? എല്ലാം അറേഞ്ച് ചെയ്താ? സൂപ്പർ ആയിട്ട് പോകുന്നു. നിങ്ങൾ ഓക്കെ. ടീച്ചറാണ് നമ്മുടെ ഡാൻസ് ടീച്ചർ. ഫുൾ അറേഞ്ച്മെന്റ്സ് ഡാൻസിന്റെ. ഇപ്പം പിന്നെ കുറച്ച് കൂടുതൽ ബിസിയാണ്, ആനുവൽ ഡേയും കൂടെ അടുത്തത് കൊണ്ട്. എന്തായാലും എല്ലാം സെറ്റ് ആണല്ലേ ടീച്ചർ? കോസ്റ്റ്യൂമൊക്കെ സെറ്റ് ചെയ്തു? എല്ലാം സെറ്റ് ചെയ്തു. ഓക്കെ ടീച്ചർ, ശരി, ബൈ. ഇനി അടുത്ത് പോകാൻ പോണ സ്ഥലം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസ്കഷൻസ് നടക്കുന്ന സ്ഥലമാണ്. നമുക്ക് ഓൾറെഡി ഗസ് ചെയ്യാം എന്തായിരിക്കും. സ്റ്റാഫ് റൂം. ടീച്ചേഴ്സ് റെസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ തന്നെ അവരൊരു ഗ്രൂപ്പ് ഓഫ് ഡിസ്കഷൻസ് അറേഞ്ച് ചെയ്യുന്ന. ഇവിടെ ടീച്ചേഴ്സ് ഒക്കെ ക്ലാസ്സിലായിരിക്കും, ഇന്റർവെൽ പീരീഡിന് മുമ്പുള്ള പീരീഡ്. അപ്പം ഇവിടെ ടീച്ചേഴ്സ് സ്റ്റാഫ് റൂം ഒക്കെ കാണാൻ വേണ്ടി ടീച്ചേഴ്സ് ആയിട്ട് ടീച്ചറിന് ക്ലാസ് ഉണ്ട് ഓൾവേസ്.
സോ ഇതാണ് സ്റ്റാഫ് റൂം. ചെറിയൊരു സ്കൂൾ ടൂർ പോലെ നമ്മളെ സ്കൂളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. അതെ. ഓക്കെ ടീച്ചർ, ശരി ടീച്ചർ. സോ നെക്സ്റ്റ് ഇത് നമ്മുടെ എന്താണ് ഒഫീഷ്യൽ കിച്ചൺ. വൈകുന്നേരം ടീ ഒക്കെ എവിടെ നിന്നാണ് അല്ലേ, ലൈക്ക് ടീച്ചേഴ്സിനൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്പോട്ടാണ്. എവിടെ നമുക്ക് കുട്ടികൾക്ക് എൻട്രിങ് ഇല്ല എന്നാൽ പോലും നമ്മൾ ആൻറ്റിമാരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കയറി കൂടാറുണ്ട്. എന്തെങ്കിലുമൊക്കെ കഴിക്കാനും ഒക്കെ ചോദിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള സ്പോട്ടാണ്. സോ നമുക്ക് അതിനുള്ള ഫ്രീഡം എല്ലായിടത്തും ഇവിടെ ഉണ്ട്. മാളിൽ നമ്മുടെ ലാബ് എല്ലാം ഉണ്ട്. റോബോട്ടിക്സിന്റെ ലാബ് അത് മാളിൽ. ഹരിയോം ടീച്ചർ. സോ ഇത് നമ്മുടെ കെമിസ്ട്രി ലാബാണ്. വേർ വി ഫൈൻഡ് ന്യൂ തിങ്സ്, ക്രിയേറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫുൾ എവിടെയാണ്. ഭയങ്കര എക്സ്ട്രീംലി എക്സൈറ്റഡ് ആണ് നമ്മൾ എപ്പോഴും കെമിസ്ട്രി ലാബിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ന്യൂ സോർട്ട് ഓഫ് അഡ്വഞ്ചറസ് നടക്കുന്ന സ്ഥലമാണല്ലേ, പുതിയ കാര്യങ്ങൾ നമ്മൾ എക്സ്പെരിമെന്റ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പം ലാബ്സിൽ എനിക്ക് തോന്നുന്നു, എനിക്ക് പേഴ്സണലി കെമിസ്ട്രി ലാബാണ് എനക്കും അങ്ങനെ. ഓക്കെ, നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ്. കാരണം കൂടുതൽ ഇൻവെൻഷൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം എവിടെയാണ് എന്റെ പ്ലേസ് എവിടെയാണ്? നീ നിൽക്കുമ്പോ എവിടെയാണ് നമ്മള് രണ്ടും ഡിഫറെന്റ് സ്കീംസ് ആണെങ്കിലും എന്റെ പ്ലേസ് എവിടെയാണ്, എവിടെ നിന്നാണ് ഫുൾ എക്സ്പെരിമെന്റ്സ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. എന്റെ നീറ്റാ, ഞാൻ എപ്പോഴും നീറ്റായിട്ട് വയ്ക്കും. അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. നെക്സ്റ്റ് നമുക്ക് തൊട്ടടുത്ത കമ്പ്യൂട്ടർ മാത്സ് ലാബ് ഉണ്ട് അവിടെ. ഹരിയോം ടീച്ചർ. സം കൈൻഡ് ഓഫ് സ്കൂൾ ടൂർ നമുക്ക്. അപ്പൊ നമ്മളെ സ്കൂൾ എല്ലാവരും കാണിച്ചു കൊടുക്കുകയാണ്. അടുത്ത ടീച്ചറുടെ ലാബിലേക്കാ നമ്മൾ മാത്സ് ലാബിലേക്ക് പോവാണ്. ശരി ടീച്ചർ. സോ ദിസ് ഈസ് അവർ കമ്പ്യൂട്ടർ ആൻഡ് മാത്സ് ലാബ്. രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് കണ്ടക്ട് ചെയ്യും. ബിക്കോസ് രണ്ട് സബ്ജക്റ്റിനും വി നീഡ് കമ്പ്യൂട്ടേഴ്സ്. അപ്പം ഈ റൂമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് മൈ കമ്പ്യൂട്ടർ. ചിത്രയിലേക്ക് ആക്ച്വലി ബയോളജി സ്റ്റുഡന്റ് ആണ്. അപ്പം കമ്പ്യൂട്ടർ ലാബിനെ പറ്റി പുള്ളിക്കാരിക്കല്ല, മാത്സ് ലാബിലും നമ്മൾ ഇവിടെ തന്നെയാണ് വരാറ്. ആൻഡ് എവിടെയും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നടക്കുമല്ലേ, ലൈക്ക് നമുക്ക് കമ്പ്യൂട്ടർ ആണെങ്കിൽ കോഡിങ് മുതലുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ കണ്ടക്ട് ചെയ്യും. ആൻഡ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരു പ്ലേസ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. ഇനി നമുക്കുള്ള രണ്ട് ലാബ് ഫിസിക്സും ആൻഡ് ബയോളജി, അത് മുകളിലാണ്. സോ ഇത് നമ്മുടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് റൂമാണിത്. എല്ലാം ക്ലോസ്ഡ് ആണ്. ബിക്കോസ് ആണിത്. ലൈക്ക് ഇഞ്ചുറിയോ ഫസ്റ്റ് എയ്ഡോ അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ ആദ്യം ഓടി എത്തുന്ന എവിടെ ആയിരിക്കും. ആൻഡ് എവിടെ നമ്മുടെ ഇൻസ്ട്രുമെന്റൽ റൂംസ് ആണ്. എല്ലാം ലോക്ക്ഡ് ആണ്. ടീച്ചേഴ്സിന് പെർമിഷൻ ഇല്ലാതെ ഇത് കാരണം ഇവിടെ കൂടുതലും കുട്ടികൾ വരാറുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ലോക്ക്ഡ് ആയിരിക്കും. ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ എപ്പോഴും ലോക്ക്ഡ് ആയിരിക്കും. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന എവിടെ വെച്ചാണ്. എവിടെയൊക്കെ ഇപ്പം കുറച്ച് കൂടുതൽ ഓക്കെ, അതൊന്ന് ഓപ്പൺ ചെയ്ത് തരുമോ? ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് റൂം. ഇപ്പം പ്രാക്ടീസ് ഉണ്ടോ നിങ്ങൾക്ക്? ആനുവൽ ഡേ എല്ലായിടത്തും ആനുവൽ ഡേ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാണ്. ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഇത് ഇങ്ങനെ ചെയ്യാൻ സംഭവില്ലേ? അവിടെ ഉണ്ടോ? ഇത് വെച്ചിട്ട് ചിത്രയിലേക്ക് അറിയോ ചെയ്യാൻ? ഡ്രംസ് ചെയ്തു നോക്കാൻ പറഞ്ഞാൽ എനിക്ക് വലിയ രണ്ടെണ്ണുണ്ടല്ലോ. അത് രണ്ട് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ലൈക്ക് വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള വേറെ ആൾക്കാരുണ്ട്. നമുക്കിതിനെ പറ്റി വലിയ അറിവില്ല. ഓക്കെ, നമുക്ക് റോബോട്ടിക്സ് ലാബിൽ പോവാം. നമ്മുടെ മെഡിറ്റേഷൻ ഹാൾ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്
ഏരിയ പ്രാക്ടീസ് നടക്കുക. ലൈക്ക് നമ്മുടെ ഒഫീഷ്യൽ മീറ്റിംഗ്സ്, അതുപോലെ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അങ്ങനെ എന്തുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് ഒത്തുകൂടാനുള്ള പ്ലേസ് ആണ് വേർ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഇൻട്രാക്ട് മോസ്റ്റ്. അപ്പം അങ്ങനെ ഒരു സ്പോട്ടാണ് ഇവിടെ മെഡിറ്റേഷൻ ഹാൾ. ഷൂസ് വരണേ. ഈ ആനുവൽ ഡേന് ഡാൻസ് പ്രാക്ടീസ് ചെയ്തോ? ആനുവൽ ഡേയിലെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ എവിടെയാണ്? റിഹേഴ്സലിംഗ് ഇവിടെ റിഹേഴ്സലിംഗ് ഒക്കെ ഇനി ഇവിടെ വെച്ചായിരിക്കും. ഇവിടെ ഓൾറെഡി കുറെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ആനുവൽ ഡേ പ്രിപ്പറേഷൻ. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറിമണി ഇവിടെ വെച്ചാൽ എന്തും ഒഫീഷ്യൽ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്താലും ഫസ്റ്റ് വി വിൽ ബി കമ്മിങ് ഹിയർ. നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാരന്റ്സ് മീറ്റിംഗ്. അതെ. ഓ അതെ. എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പൂജാസ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിലും നമ്മൾ ഈ ഒരു സ്പോട്ടിലാണ് നടത്താറ്. സോ അത്രയും എന്താണ് അത്രയും ബ്ലെസ്സിങ്സ് അതുപോലെ തന്നെ വിസ്ഡം ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്പോട്ടാണ്. എല്ലാവരും ആനുവൽ ഡേ പ്രാക്ടീസ് ആണോ? ഓൾറെഡി പ്രിപ്പയർ ആയി എല്ലാം? ബാൻഡ് ആണോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ. ഇനി റിഹേഴ്സലൊക്കെ ഇവിടെ വെച്ചായിരിക്കും അല്ലേ? നമ്മുടെ പ്രാക്ടീസും പിന്നെ ആനുവൽ ഡേന്റെ തലേ ദിവസവും അതൊക്കെ ഇവിടെ വെച്ചായിരിക്കും. ഫുൾ ഭയങ്കര ഫണ്ണായിട്ട്. ന്യൂലി ഇനോഗ്രേറ്റഡ് ചെയ്ത റോബോട്ടിക്സ് ലാബ് ഇവിടെ. ഇത് നമ്മുടെ ന്യൂലി ഇനാഗുറേറ്റ് ചെയ്ത റോബോട്ടിക്സ് ലാബാണ്. ഓ, ദിസ് ഈസ് അവർ ലാബ്. എന്തോ ചെയ്യണം? പറ ചിത്രം. എന്ത് വർക്ക് ചെയ്തായിരുന്നു? ഇവിടെ എന്ത് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് മറ്റേ ആനുവൽ ഡേയിലെ പോസ്റ്റർ ആണ്. ആര്? ആനുവൽ ഡേയിലെ പോസ്റ്റർ മേക്കിംഗ്. ഓക്കെ. പ്രോഗ്രാംസ്. ആനുവൽ ഡേ ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര ബിസിയാണ്. വർക്കിംഗ് എപ്പോഴും എന്താണ് ഓരോരോ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റോബോട്ടിക്സിന്റെ മെയിൻ ലാബാണ്. ന്യൂലി ഇനാഗുറേറ്റഡ് ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എൻജോയ്മെന്റ് എല്ലാം. ഇനി നമുക്ക് നമ്മുടെ ഫിസിക്സ് ലാബ് ഉണ്ട്, സുവോളജി, ബോട്ടണി ലാബ്, ലൈബ്രറി ഉണ്ട് ഏറ്റവും മുകളിൽ. ഫസ്റ്റ് ലാബ് കാണിക്കാം. ബയോളജി, സുവോളജി, ബോട്ടണി കണ്ടക്ട് ചെയ്യാറ്. ഇവിടെ വെച്ചാണ് നമ്മൾ അധികം എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാറ്. മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുക, സ്പെസിമെൻസ്, സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം ആരും ഇല്ലാതെ ഭയങ്കര വേക്കൻറ്റ് പോലെ ഉണ്ട്. എന്നാലും ഫ്രണ്ട്സിനൊക്കെ കൂടെ ഒരുമിച്ചിരുന്ന് എക്സ്പെരിമെന്റ്സ് ചെയ്യുക, അതൊക്കെ ഒരു വൈബല്ലേ? നിനക്ക് നോക്കിയാൽ മനസ്സിലാവോ? എനിക്കൊന്നും മനസ്സിലാവില്ല, കാരണം ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം എനിക്കൊന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണിത്. ബട്ട് സ്റ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ, നിങ്ങളുടെ കമ്പ്യൂട്ടർ ലാബിനെക്കാട്ടും എന്തുകൊണ്ട് നമ്മളാ മെച്ചം? അങ്ങനെയൊക്കെ പറയാം. ഇവിടെ മറ്റേ ഇത് ആനിമൽസ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ചിട്ടുണ്ടോ ടീച്ചേഴ്സ്? ഞങ്ങൾക്ക് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് അത് തരാറുണ്ട്. ഓ, അങ്ങനെ. അമ്മേ, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. പാമ്പുണ്ട്, വായ്പ, വേറെ എന്തോ ഉണ്ടായിരുന്നല്ലോ. ജെല്ലി ഫിഷ്. ഹലോ ടീച്ചർ, നമ്മൾ അങ്ങോട്ട് വരും ഇപ്പോ. ലൈബ്രറി ഓപ്പണാ? ലൈബ്രറിയിലോട്ട് വരുന്നുണ്ട്. അവിടെ ഓപ്പൺ ആണോ? ഓ, ഞങ്ങൾ വരാം. നമ്മളിപ്പോ വരാം. ഓ,
ഓ ബോർഡ് യൂസ് ചെയ്യുമല്ലേ ഇവിടെ ബോർഡ് ക്ലാസ്സും വരയ്ക്കാൻ വേണ്ടിയിട്ട് ഡയഗ്രാം സെയിം ടൈം ക്ലാസ് നടക്കും ബാക്കിയുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടർ സ്റ്റിൽ ലൈവ് ആണ് നോർമലി മറന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ലൈബ്രറി ഇവർ രണ്ടും വായിക്കാൻ വന്നതാണ് നമ്മൾ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈവ് ഓ ലൈബ്രറി ഡെക്കറേറ്റ് ചെയ്തു ഓൾവേസ് കീപ് സൈലന്റ് എന്നൊക്കെ പറഞ്ഞ് ബുക്ക് മാത്രം വായിക്കാനുള്ളൊരു സ്പോട്ട്. നീ അപ്പോ സൈലന്റ് ആയിരിക്കും? ഞാൻ സൈലന്റ് ആവൂല, എത്ര പറഞ്ഞാലും സൈലന്റ് ആവൂല. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബുക്സ് എന്ന് പറയുന്ന അറേഞ്ച് ഇരിക്കുന്ന ഇൻ ഈച്ച് കോർണേഴ്സ് ആണ്. ലൈക്ക് ഓരോന്നിനും പെർട്ടിക്കുലർ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. മലയാളം ബുക്സ് ആണെങ്കിൽ ഇതാ ഈ ഒരു കോർണർ, ഇംഗ്ലീഷ് ആണെങ്കിൽ അതുപോലെ, മാത്സ് ആണെങ്കിൽ അതുപോലെ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് എ പ്ലേസ് നമുക്ക് എവിടെ ഇങ്ങനെ വട്ടം കൂടിയൊക്കെ ഇരുന്നാണ് നമ്മൾ എന്താണ് റീഡ് ചെയ്യാറുള്ളത്. അപ്പം എപ്പോഴും കീപ് സൈലന്റ് എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്പോട്ടിൽ കീപ് സൈലന്റ് എന്ന് പറഞ്ഞ സംഭവം ഒട്ടും നടക്കാറേ ഇല്ല. ഇതാണ് നമ്മൾ ലൈബ്രറി ടീച്ചർ. ടീച്ചർ എന്തോ വർക്കിലാണല്ലോ. കമ്പ്യൂട്ടർ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ലൈബ്രറി ടീച്ചർ എപ്പോഴും വർക്കിലാണ്. നമുക്ക് ബുക്സ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാം, എടുക്കാം. എന്നിട്ട് ആസ് എ പർട്ടിക്കുലർ ഡേ അവർ പറയുമ്പോൾ ലൈക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. നിങ്ങൾ ഇത് കൊണ്ടുപോകാൻ വെച്ചേക്കുന്നല്ലേ ബുക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടി. ഓ വായിച്ചിട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടി. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഒരു കുട്ടി വരുമ്പോൾ അതിന്റെ ഐഡി കാർഡ് സ്കാൻ ചെയ്ത് പണ്ടൊക്കെ നമ്മൾ ബുക്കിൽ എഴുതാൻ നമുക്ക് അങ്ങനെ സൈനൊക്കെ ചെയ്ത് ലൈബ്രറി കാർഡൊക്കെ കൊണ്ടുവന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ ടീച്ചർ? മോർ അഡ്വാൻസ്ഡ് ആയി. അതാണ്. റിട്ടേൺ ചെയ്ത് സ്കാൻ ചെയ്താൽ മാത്രം ബുക്ക് എടുക്കണമെങ്കിൽ സ്കാൻ ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഇൻഫർമേഷൻസ് ഡേറ്റ എല്ലാം അവിടെ കളക്ട് ആവും. ചെക്കൗട്ടായി എല്ലാം കാര്യം നടന്നു. അതെ, നാളെ വന്ന് ഓക്കെ ടീച്ചർ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് പോവാം. ഇനി അടുത്തെന്തുവാണ്? ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഫിസിക്സ് ലാബ്. ഫിസിക്സ് ലാബ് ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. ഒരുപാട് ഓപ്പൺ ചെയ്യാൻ കുറച്ച് എവിടെയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ കോൺസെൻട്രേഷൻ ഭയങ്കര അൾട്ടിമേറ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു സ്പോട്ടാണ്. ടഫാണ് ഫിസിക്സ് ലാബ്. ഫിസിക്സ് ലാബ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മൊമെന്റം ബാർ, വെർനിയർ കാലിബർ, പിന്നെ സ്ക്രൂ ഗേജ്, സോണോമീറ്റർ, കോൺകേവ്, ഇതൊക്കെയാണ് മറ്റേ ഇത് വിഷൻ ഒക്കെ കാണിക്കുന്ന ഒരു കോൺകേവ് മിററിലെ ഒരു എക്സ്പെരിമെന്റ് ഇല്ലേ, നമ്മൾ ആ ഒരു ഇമേജ് പിക്ചർ ചെയ്തിട്ട് വരുന്നത് ഈ ഒരു സംഭവം, ഗ്രാഫ് വരയ്ക്കേണ്ട സംഭവം. നമുക്ക് ലാബ് റിപ്പീറ്റ് തുടങ്ങി. അപ്പൊ ഇതൊക്കെ ഒന്നേന്ന് ഇനി ചെയ്യണം. അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. ഫസ്റ്റ് ടീച്ചേഴ്സ് പറയും, ദെൻ നെക്സ്റ്റ് വൺ റിപ്പീറ്റ് ചെയ്യുമ്പോൾ വി ഷുഡ് ഡു അവർ ഓൺ. ഇത് മറ്റേ ഗ്രാഫ് ഡ്രോ വൈറ്റ് പേപ്പറിൽ ഈ ഒരു ഇതൊക്കെ വെച്ച് വരച്ച് ഭയങ്കര കോൺസെൻട്രേഷൻ അൾട്ടിമേറ്റ് ആയിട്ട് നിൽക്കേണ്ട സ്പോട്ടാണ്. ക്ലാസ് റൂംസ് അല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം ആയല്ലോ. ലാബ്സ് എല്ലാം ഫിനിഷ് ചെയ്തു. പ്ലേ ഗ്രൗണ്ട് ആയി, സ്റ്റാഫ് റൂമായി. ദെൻ താഴത്തെ സ്റ്റാഫ് റൂമാണ് നമ്മൾ പോയത്. അതിന് ഒരു സ്റ്റാഫ് റൂം കൂടെ ഉണ്ട് ഇവിടെ. അതെന്തിനാണ് അങ്ങനെ രണ്ട് സ്റ്റാഫ് റൂം വെച്ചേക്കുന്നത്? ലൈക്ക് ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഒക്കെ ലാംഗ്വേജ് അങ്ങനെയില്ല. ലൈക്ക് എവിടത്തെ ഇന്റർവെൽ പീരീഡ് സ്റ്റാർട്ടായി, അപ്പം പിന്നെ ഫുള്ള് റഷ് ആയി. ഹരി ഓം ടീച്ചർ. ദിസ് ഈസ് അനദർ സ്റ്റാഫ് റൂം. താഴെയുള്ള സ്റ്റാഫ് റൂം, ഇതും സ്റ്റാഫ് റൂമാണ്. ടീച്ചർ ക്ലാസ് കഴിഞ്ഞു, ലഞ്ച് കൊണ്ടുവന്നില്ലേ? ആനുവൽ ഡേ വഞ്ചിപ്പാണ്ട് പ്രൈസ് ഉണ്ട്. സെക്കൻഡ് ഉണ്ടല്ലോ. സെക്കൻഡ് കൺഗ്രാജുലേഷൻ ടീച്ചർ. ശരി ടീച്ചർ. ക്ലാസ് ഇന്ന് ആഫ്റ്റർനൂൺ വരെയല്ലോ. നമുക്കിന്ന് പ്രാക്ടീസ്, ഡാൻസ് പ്രാക്ടീസ് ഉണ്ട് ആനുവൽ ഡേ.
ഇപ്പോൾ ബസ്സൊക്കെ എടുക്കാൻ ടൈമായി. അതെ, സ്കൂള് ലൈക്ക് ഇത് ചിൽഡ്രൻസ് ഡേ കൂടെയാ. ചിൽഡ്രൻസ് ഡേ കൂടെയാണ്. അതിന്റെ കുറെ ഫങ്ഷൻസും വരും. ബൈ. പരിചയമുണ്ടോ? ഇല്ല, പക്ഷെ കുട്ടികളല്ലേ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ചിന്മയ വിദ്യാലയ വഴുതക്കാട്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഈ കാണിച്ച ഓരോ സ്പോട്ടിലും ഓരോരോ കഥകളുണ്ടല്ലേ. നമുക്കാണെങ്കിലും പറയാൻ ദർ ഇസ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനാണെങ്കിലും. സോ എന്താ പറയുക, നമ്മൾ ലാസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ് ഇവിടെ. അപ്പോൾ കുറച്ച് ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ലൈക്ക് നമുക്ക് കുറേ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാണ് നമ്മളിവിടെ. ബട്ട് ദിസ് ഈസ് നോട്ട് ദ എൻഡ്. ഓരോ കാര്യങ്ങൾ അതെ എപ്പോഴും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് ദിസ് ഈസ് ദ എൻഡിങ് എന്ന് പറയാൻ നമുക്ക് വി കുഡിന്റ് സേ ദാറ്റ്. നോ, ലൈക്ക് ഓരോ കാര്യങ്ങൾ കഴിഞ്ഞും ഇനിയും കാര്യങ്ങൾ അഡ്വാൻസ് ആവും. So it's a great pleasure that we get an opportunity to study here and also introduce each and every sport of our school. അത് നമുക്ക് കിട്ടിയൊരു എന്താ പറയാ ഒരു ഭാഗ്യം. വീണ്ടും അതെ, ആ ഒരു അതൊക്കെ ഭയങ്കര ഒരു മെമ്മറിയാണ്. ലൈക്ക് സ്കൂൾ ലൈഫ് എൻഡ് ചെയ്യാൻ പോവാണ്, ബട്ട് സ്റ്റിൽ മൈൻഡ് എപ്പോഴും എവിടെ ആയിരിക്കും. ഓരോ സ്പോട്ട് കാണിച്ചപ്പോഴും ഓരോരോ മെമ്മറീസും കൂടെയാണ്. സോ താങ്ക് യു ഫോർ ലിസണിങ്. നമ്മളിപ്പം എവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. സ്കൂളിന് വിടാൻ സമയമായി, ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ റഷ് ആവും. സോ വി ബോത്ത് ചിത്രലേഖ ആൻഡ് ജാനകി ഇൻ കൺക്ലൂഡിങ് അവർ. യെസ്, ബൈ. ഹരി ഓം.